ഹമാസ് ഒരു തരത്തിലും സമാധാനം കാക്ഷിക്കുന്ന ഒരു സംഘടനയേ അല്ല. അതിൻ്റെ കാരണം തേടിപ്പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഗസയിൽ ഉടനെ ഒന്നും സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരവും കിട്ടും. എന്തുകൊണ്ടാണ് സമാധാനം പുലരില്ല എന്ന് പറയുന്നത്? ഒരു 3 കാരണം പറയാം. ഒന്ന്, ഹമാസിൻ്റെ സ്ട്രക്ചർ തന്നെയാണ്. ഹമാസ് ഒരിക്കലും ഒരു ജനാധിപത്യവാദിയായ സംഘടനയല്ല. അവർ ഒരു ഭീകര സംഘടനയാണ്. അവർക്ക് രാഷ്ട്രീയ സംഘടനയുണ്ട്, രാഷ്ട്രീയ വിഭാഗമുണ്ട്, അതുപോലെ തന്നെ സായുധ വിഭാഗവുമുണ്ട്. ഇവർക്ക് വലിയ നഷ്ടമാണ് ഈ 2 വർഷത്തെ യുദ്ധം കൊണ്ടുണ്ടായിരിക്കുന്നത്. ഏതാണ്ട് അവരുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മിക്കവാറും എല്ലാവരും ഇസ്രായേൽ അവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് കൊന്നുകളഞ്ഞു. അവരുടെ സായുധ വിഭാഗത്തിലേക്ക് വന്നാൽ അവരുടെ ഏറ്റവും വലിയ ബ്രിഗേഡ് എന്ന് പറയുന്നത് അൽ ഖസം ബ്രിഗേഡിൻ്റെ മിക്കവാറും എല്ലാവരെയും അവർ തീർത്ത് കളഞ്ഞു. നേരത്തെ പൊളിറ്റിക്കൽ വിങ്ങിൻ്റെ നേതാവായ യാഹ്യ സിൻവർ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ സായുധ വിഭാഗത്തിലുണ്ട്. അവരുൾപ്പെടെ സകല ആൾക്കാരെ ഇസ്രായേൽ തെരഞ്ഞു പിടിച്ച് കൊന്നുകളഞ്ഞു. ബാക്കിയുള്ള 2ാം കിട നേതാക്കന്മാർ കുറേ പേര് ഖത്തറിലെ ആക്രമണത്തിലും കൊന്നുകളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹമാസ് വളരെ വീക്കെൻഡാണ്. പുതിയ അവരുടെ ഫൈറ്റേഴ്സ്, അത് പ്രസിഡന്റ് ട്രംപ് തന്നെ പറഞ്ഞ അനുസരിച്ച് ഏതാണ്ട് 25,000-ഓളം അവരുടെ അംഗങ്ങളെ, ഹമാസിൻ്റെ ഭീകരരെ അവർക്ക് ആ സംഘടനയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ യുദ്ധത്തിൽ. 25,000 ട്രംപ് പറഞ്ഞ കണക്കാണ്. ഒരുപക്ഷെ അതിൽ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹമാസ് ഇപ്പോൾ വീണ്ടും റിക്രൂട്ട്മെൻ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഭീകര സംഘടനയാണ്, ഒരു പൊളിറ്റിക്കൽ സംഘടനയല്ല. പൊളിറ്റിക്സ് അവർക്ക് സൗകര്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു വിഭാഗം മാത്രമാണ്. അവർക്ക് വളരെ കൃത്യമായിട്ട് തന്നെ അവർക്ക് ഗസയുടെ മുകളിൽ മുഴുവൻ കൺട്രോളാണ് അവർ കാക്ഷിക്കുന്നത്. അതിന് അവർ അഹിംസാവാദികളൊന്നുമല്ല. അവർ സായുധമായിട്ട് തന്നെ അവിടുത്തെ ജനങ്ങളുടെ മുകളിൽ അവരുടെ നിയന്ത്രണം കൊണ്ടുവന്ന് ഗസയെ മുഴുവൻ അവരുടെ ഭരണത്തിലാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്.